നമുക്കൊരു വിമർശനത്തെ അല്ലെങ്കിൽ ഒരു പരിഹാസത്തെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാം എന്നത് സംബന്ധിച്ച് വരുന്ന കാലത്തിനു കൂടിയുള്ള ഒരു മികച്ച ഉദാഹരണമാണ് മഹബ്ബ ട്വീറ്റുകൾ. സാധാരണയായ ഒരു വിഷയം സമൂഹത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നാം ഒരുപാട് മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. ചിലപ്പോൾ അത് പ്രഭാഷണങ്ങളായിരിക്കാം, മറ്റു ചിലപ്പോൾ അത് പ്രതിഷേധ സംഗമങ്ങളായിരിക്കാം. എന്നാൽ അതിനെല്ലാം അപ്പുറം ആ പ്രതിഷേധത്തിന് കാലങ്ങളോളം ഈട് നിൽക്കുന്ന ആവിഷ്കരണത്തിൻ്റെ ഒരു പുതിയ മുഖം ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലും നാം വായിക്കുകയും പഠനവിധേയമാക്കുകയും അതിൽ നിന്ന് ചരിത്രത്തെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ തലത്തിൽ നിന്ന് വായിച്ചാൽ മഹബ്ബ ട്വീറ്റുകൾ പ്രതിരോധത്തിൻ്റെ ഒരു പുതിയ മുഖം എല്ലാ കാലത്തേക്കും തീർക്കുകയാണ്. ഇന്നൊരു വിമർശനമുണ്ടാകുന്നു, ആ വിമർശനത്തെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നേരിടുക എന്നതിനു പകരം ഇനി ഏതു കാലത്തും അങ്ങനെ ഒരു വിമർശനം വന്നാൽ ആ വിമർശനത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നിയോഗങ്ങളും ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലോകത്ത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അഗ്രേസരരായ മുസ്ലിം പണ്ഡിതന്മാർ വളരെ കൃത്യമായി തങ്ങളുടെ തൂലികകൾ അതിനെതിരെ ചലിപ്പിക്കുകയും ക്രിയാത്മകമായ പ്രതിരോധത്തിൻ്റെ ഉറവ അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തതിന് ചരിത്രം സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ, അവിടുത്തെ കുടുംബത്തിൻ്റെ മഹത്വത്തെ പറയാൻ, അവിടുത്തെ വാക്കുകളെ പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കാൻ, അതിനുള്ളിലേക്ക് സ്ഖലിതങ്ങളൊന്നും കടന്നു വരാതെ അവയെ സംരക്ഷിക്കാൻ നാനാഭാഗങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ അക്ഷരങ്ങൾ വലുതാണ്. ആ ചരിത്രത്തിൻ്റെ ഇമാമിയങ്ങളുടെ ജീവിത മാതൃകയുടെ തുടർച്ച കൂടിയാണ് നമ്മുടെ രാജ്യത്ത് പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ തുടർച്ചയായി സോഷ്യൽ മീഡിയ എന്ന വലിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ എഴുത്തുകൾ 1198 ദിവസം പിന്നിടുന്നത്. ഇത് എത്ര കാലങ്ങൾക്ക് ശേഷവും ഇത്തരമൊരു വിഷയം വന്നാൽ അതിനെ ധൈര്യപൂർവം നേരിടാൻ വേണ്ടി ആ കാലത്തുള്ള പ്രബോധകന്മാർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ അല്ലെങ്കിൽ സർഗാത്മകതയെ അതിൻ്റെ കൃത്യമായ അളവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ്. ആ നിലയിൽ മഹബ്ബ ട്വീറ്റുകൾ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസംഗങ്ങളുടെ, പ്രമേയങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ ഒക്കെ അപ്പുറം ഏറ്റവും മികച്ച പ്രതിഷേധമായി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഉസ്താദിൻ്റെ ട്വീറ്റുകളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു പുസ്തകം പ്രകാശിതമായതിനു ശേഷമാണ് അനുവാചകർക്ക് അതിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാവുക. ഒരു പുസ്തകം ഒരു ഗ്രന്ഥകാരൻ എഴുതി അത് പൂർത്തീകരിക്കുന്നു. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ കവർ പേജുകൾ ഉൾപ്പെടെ എല്ലാം തയ്യാറായി സമൂഹ മധ്യത്തിലേക്ക് അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പ്രേക്ഷകന്, ഒരു അനുവാചകന് അതിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാവുക. എന്നാൽ ട്വീറ്റുകൾ 1198 അടരുകളായി ഓരോ ദിവസവും അനുവാചകരുടെ മുന്നിലുണ്ട്. ഒബ്ജക്ഷനുകൾ ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ചരിത്രപരമായ തിരുത്തലുകൾ വേണ്ടവരുണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ അങ്ങനെ ഒരു ലൈവായ എഴുത്ത് പുസ്തകരചനാ ലോകത്ത് തന്നെ ഒരുപക്ഷെ അത്ഭുതമാണ്. നമ്മൾ ഉസ്താദിൻ്റെ ട്വീറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. കാരണം സമാനമായ ഒരു ഗ്രന്ഥരചനാ ശൈലി ലോകത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നതായി നമുക്കറിയില്ല. ഓരോ ദിവസവും വിഷയങ്ങൾ എഴുതുന്നു, ശേഷം ആ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഭാഷകളിൽ പുസ്തകം പുറത്തേക്ക് വരുന്നു. പലയിടത്തും പുസ്തകങ്ങളുടെ രചനകൾ നടക്കുന്നുണ്ടാവാം, വിശാലമായ പഠനങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഈ പഠനങ്ങളൊക്കെ
പുറത്തു വന്നതിന് ശേഷമാണ് ഒരാൾക്ക് ഇടപെടാൻ അവസരം ലഭിക്കുന്നതെങ്കിൽ ദിവസേന എഴുതുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ അവസരം ലഭിച്ചുകൊണ്ട് ആളുകളുടെ ഉള്ളിൽ ലൈവായി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങി എന്നല്ല, ഈ 1198 ദിവസവുമായി ഈ പുസ്തകം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു പുസ്തകമായി വായിക്കാത്ത ആളുകൾ പോലും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം വായിച്ചിട്ടുണ്ടാവും. ഇതൊരു പുസ്തകമായി കയ്യിലേക്ക് ഒരു പക്ഷേ ഇനി കിട്ടിയിട്ടില്ലാത്ത പലരും ഉണ്ടാവും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ അനന്തമായ സാധ്യതകളുടെ ലോകമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരിധികളില്ലാത്ത, അവിടുത്തെ വായനക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളായിരിക്കില്ല. പലപ്പോഴും നമ്മുടെ പുസ്തകങ്ങൾ നേരിടുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ആ ടേസ്റ്റുള്ള മനുഷ്യരുടെ മുന്നിലേക്ക് മാത്രമായിരിക്കും ആ പുസ്തകങ്ങൾ അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ സോഷ്യൽ മീഡിയ ചുവരുകൾ, സോഷ്യൽ മീഡിയ വാളുകളുടെ ഒരു വലിയ പ്രത്യേകത, അതിൽ ടേസ്റ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് മാത്രമല്ല അതിനെ വിമർശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നാനാതരം മനുഷ്യരുടെ മുമ്പിൽ, വിവിധ ഏജ് ഗ്രൂപ്പുകളുള്ള ആളുകളുടെ മുമ്പിൽ, വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കൊക്കെയും ഈ പുസ്തകം അല്ലെങ്കിൽ ഈ എഴുത്തുകൾ അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമാണ് എൻ്റെ ആദ്യത്തെ ആ വർത്തമാനം കൊണ്ടുവന്നത്. ലോകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ മലയാളത്തിൽ നമ്മൾ പല വ്യത്യസ്തങ്ങളായ ഭാഷയിൽ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ധാരാളമായ പഠനങ്ങളുണ്ട്. പല പഠനങ്ങളും പല വിഷയങ്ങളെ മാത്രം അധികരിച്ചുകൊണ്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലൈഫിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ് പല പഠനങ്ങളും. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചു പോകുന്ന ഒരു പഠനം, അതിത്ര വിശാലമായി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതര ഭാഷകളിൽ തന്നെ അറബി ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു വന്നതല്ലാതെ വാള്യങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു എഴുത്തിനെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നില്ല. 1500 കൊല്ലങ്ങൾക്കിപ്പുറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാം വന്ന സ്ഥലമാണല്ലോ കേരളം. 1500 കൊല്ലങ്ങൾക്കിപ്പുറം വലിയൊരു ചരിത്ര ദൗത്യം കൂടി കേരളത്തിൻ്റെ മണ്ണിൽ, ഒരു ചരിത്രം കൂടി പിറക്കുകയാണ്. ഈ കാലയളവിന് ഇടയിൽ ഇറങ്ങിയ മുഴുവൻ പ്രവാചക പ്രമേയമായ, ജീവിതം പ്രമേയമായ പുസ്തകങ്ങളെയും പരിശോധിച്ചാൽ ഇന്ന് ഇറങ്ങിയ വാള്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് അതിനേക്കാളെല്ലാം ഒരുപടി മേലെ നിൽക്കുന്ന രചനയാണ് ഉസ്താദിൻ്റെ ട്വീറ്റുകൾ എന്ന് നമുക്ക് വളരെയേറെ നിരൂപണ ബുദ്ധിയോടുകൂടി തന്നെ വായിച്ചാൽ പോലും അത് മനസ്സിലാവും. ഉസ്താദിൻ്റെ പാണ്ഡിത്യം, ഭാഷാപരമായ കഴിവ്, ഇതൊക്കെ കേവലം ഒരു നബിചരിത്ര രചനയല്ല ട്വീറ്റുകളുടെ ശൈലി. അത് പല സമയത്തും പല ഭാഗങ്ങളിലേക്ക് പോവാണ്. ചില സമയത്ത് അത് പൊളിറ്റിക്സിലേക്ക് പോകും. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന ഭൂപ്രകൃതി, അതിൻ്റെ ഒരു ഡെമോളജി, ആ ഡെമോളജിയിലേക്ക് ഈ ചർച്ച വ്യാപിച്ചു പോകുന്നത് കാണാം. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാക്കിയ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിലേക്ക് പോകുന്നത് കാണാം. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ, അത് ഏതെല്ലാം മേഖലകളിലേക്ക് പോകുന്നു, അതിനിടയിൽ ഉസ്താദിൻ്റെ പാണ്ഡിത്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർമ്മ പദ്ധതികളെ അടയാളപ്പെടുത്തുന്ന ഇടത്ത് കൃത്യമായ നിവാരണങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ കേരളീയ പരിസരം ഷാഫിഈ മദ്ഹബിനെ കൂടുതൽ അവലംബിക്കുന്ന ആളുകളുടെ ഇടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർമ്മ പരിസരം പറയുന്ന സ്ഥലത്ത് മലയാളത്തിലെ ട്വീറ്റുകൾ പലപ്പോഴും ആ ഭാഗത്തു നിന്നുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിനെ കൂടി കൃത്യമായി വിശദീകരിക്കുന്നു. അതുപോലെ ചരിത്രപരമായി പലപ്പോഴും നമ്മൾ വിവിധ ഭാഷകളിൽ വായിക്കുന്ന എഴുത്തുകളിൽ വരുന്ന രണ്ട് പരിമിതികൾ, ഒന്ന് ചരിത്രം എഴുതുന്ന ആളുകൾ ചരിത്രപരമായി മാത്രം അറിവുള്ളവരാവുകയും മതപരമായ അറിവ് അവർക്കില്ലാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ സംഭവിക്കുന്നത്, ചരിത്രം ഇങ്ങനെ അവതരിപ്പിച്ചു വരുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒരേ സമയം ചരിത്രവും മതവും എല്ലാം കൂടി ചേരുന്നതാണല്ലോ. മതപരമായ വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അബദ്ധങ്ങൾ പിണഞ്ഞ ധാരാളം എഴുത്തുകൾ കാണാം. ലോകത്തെ തന്നെ പ്രശസ്തമായ പല ചരിത്ര ഗ്രന്ഥങ്ങളും, ഞാൻ അവയുടെ പേര് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പലയിടങ്ങളിലും പല വിഷയങ്ങളും ചർച്ച ചെയ്തു വരുന്നതിൻ്റെ ഇടയിൽ മതപരമായ കാഴ്ചപ്പാടിലെത്തുമ്പോൾ എഴുത്തുകാരൻ ബലഹീനനായി പോവുകയോ അല്ലെങ്കിൽ ആ ഭാഗം എന്താണ് എന്ന് പറയാൻ, വിശദീകരിക്കാൻ കഴിയാതെ നിൽക്കുകയോ ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്നതാണ്. ഇവിടെ ചരിത്രവും മതവും കൃത്യമായി അറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വർണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന വായനക്കാരന് കിട്ടുന്നൊരു വലിയ സന്തോഷം എന്താണ് എന്ന് വെച്ചാൽ, ഇസ്ലാമിക പാരമ്പര്യ വിശ്വാസ ശാസ്ത്രങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിട്ടകളും ചലനങ്ങളും കർമ്മങ്ങളും എല്ലാം അടയാളപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ ഒരേ സമയം നമ്മുടെ കയ്യിലുള്ള ഒരു പുസ്തകം തന്നെ തുറന്നാൽ അതിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ ഇത്ര ഭാഗം മുതൽ ഇത്ര ഭാഗം വരെ എന്നല്ല, ആ ഭാഗത്തിൻ്റെ ഇടയിൽ
അത് വിശ്വാസം, കർമ്മം, ശാസ്ത്രം, പുതിയ കാലത്തോടവ എങ്ങനെ സംവദിക്കുന്നു എന്നതുൾപ്പെടെ ഒരുപക്ഷെ വിവിധങ്ങളായ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന എഴുത്തുകളാണ് 1198 ദിവസങ്ങളായി നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോഴും അതിൻ്റെ പഴയ ഭാഗങ്ങൾ ആളുകൾക്ക് വായിച്ചു നോക്കാം, നിരൂപണം ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അർത്ഥത്തിൽ മലയാളം കണ്ട എന്നല്ല, ലോകത്തെ തന്നെ വളരെ വ്യത്യസ്തമായ എഴുത്ത്, മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ നബിചരിത്രം പിറന്ന കാലത്ത് കൂടെ നിൽക്കാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളത് നമ്മുടെയൊക്കെ ആയുസ്സിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് കൂടിയാണ് കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ചരിത്ര സമ്മാനം കേരളത്തിന് ലഭിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ അമൂല്യമായ ഭാഗ്യമായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഈ സോഷ്യൽ മീഡിയ ഇടപാടുകളിൽ ഒരു വലിയ പ്രധാനമായി പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം തുടർച്ചകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കണ്ടിന്യൂറ്റി പലപ്പോഴും നഷ്ടപ്പെടും. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ പലരും ആരംഭിക്കാറുണ്ട്, പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ 1198 ദിവസങ്ങൾ എന്ന് നമ്മൾ പറയുമെങ്കിലും 3 വർഷത്തിലേറെയായി ഓരോ ദിവസവും കൃത്യമായ സമയത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഇത്തരം ഒരു രചന നിർവഹിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, ഒരാളുടെ സാധാരണ ജീവിതം ഏതെങ്കിലും ഒരു സാങ്കേതിക തടസ്സം കൊണ്ട് ഒരു ദിവസം നമ്മുടെ ട്വീറ്റ് മുടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ ഇത്ര ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക എന്നുള്ളത്, അതിങ്ങനെ തുടർന്നു പോവുക എന്നുള്ളത് പലപ്പോഴും പല ആളുകളും പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണെങ്കിൽ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അവിടെ സാധാരണയായ ഒരു ഗ്രന്ഥകാരൻ ഒരു ചരിത്രത്തെ സമീപിക്കുന്ന സമയത്ത് തൻ്റെ ഗ്രന്ഥരചനയ്ക്ക് ആവശ്യമായ അലങ്കാരങ്ങളും ചമൽക്കാരങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ ട്വീറ്റ് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു വിഷയങ്ങൾ വളരെ അക്കാഡമിക് ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നതിനപ്പുറം ആവശ്യമില്ലാത്ത ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ അതിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ പ്രമേയത്തിന് ആവശ്യമല്ലാത്ത ഒരു വിശദീകരണവും ട്വീറ്റിൽ വരുന്നില്ല എന്നതിനെ കൂടാതെ 1199 നാളത്തെ ട്വീറ്റ് എന്താണ് എന്ന് വായനക്കാരന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നില്ല. അതൊരു കൃതിയുടെ, ഒരു സാഹിത്യകൃതിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ മൂല്യമാണ്. തൊട്ടടുത്ത പേജുകളിൽ എന്തായിരിക്കും ഞാൻ വായിക്കാൻ പോകുന്നത് എന്നൊരു വായനക്കാരൻ പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സത്യത്തിൽ അതൊരു എഴുത്തുകാരൻ്റെ നിലവാരത്തിൻ്റെ കുറച്ച്, അതായത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എഴുത്താണ്. ഇനി എന്താണ് ഇത് ഉണ്ടാവുക, തൊട്ടടുത്ത് എന്തായിരിക്കും പറയാൻ പോകുന്ന വിഷയം അറിയാമെങ്കിൽ പോലും അതിനുള്ളിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ എന്തോ ഒരു പുതുമയ്ക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം, പലായനം, ജീവിതം, ഈ ഭാഗങ്ങളൊക്കെ പ്രാഥമികമായി അറിയുന്ന ആളുകൾ പോലും ഉസ്താദിൻ്റെ രചനയെ കാത്തിരിക്കാനുള്ള കാരണം അവിടെ എന്തോ നമുക്കിതുവരെ കിട്ടാത്ത ഏതോ ഒരു പുതിയ അറിവ്, നമ്മൾ വായിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഏതോ പുതുമയുള്ള ഒരാശയം അത് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. എല്ലാ ദിവസത്തെയും ട്വീറ്റുകൾ പുതുമയുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ ദിവസത്തെയും ട്വീറ്റുകൾ കാത്തിരിക്കാൻ ആളുകളുള്ളത്, വായിക്കാൻ ആളുകൾ മടുപ്പ് തോന്നാതെ ആളുകൾ 1198 ദിവസം വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു 30 സെക്കൻഡ് മാത്രം സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോകുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കുറഞ്ഞ സമയം ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടൊരു വിഷയം വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത്, അത് ആ വിഷയത്തിൻ്റെ ആധികാരികത, അക്കാദമിക് നിലവാരം, അതിൻ്റെ സോഴ്സുകളെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത, അതിൽ നിന്ന് കിട്ടുന്ന പുതിയൊരറിവ്. ഈ ഒരു പുതുമയില്ലാതെ ഒരു മനുഷ്യനും ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യില്ല, ആകർഷ്ടനാവുകയില്ല. പുതുമയാണ് ഒരു മനുഷ്യനെ പലതിലേക്കും പല എഴുത്തിലേക്കും ആകർഷിപ്പിക്കുക. ആകർഷണീയത നിലനിർത്തിക്കൊണ്ട്, അതാണ് ഒരു ദിവസം കർമ്മശാസ്ത്ര മേഖലയാണെങ്കിൽ മറ്റൊരു ദിവസം സാമൂഹിക മേഖലയിലേക്ക് കടക്കുന്നു, മറ്റൊരു ദിവസം മനോഹരമായ ഒരു മഹബത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു, മറ്റൊരു ദിവസം സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലേക്ക് വരുന്നു. അതിനിടയിൽ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ എഴുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറഞ്ഞു തീരാത്ത മനോഹരമായ ജീവിതം. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ തീരുകയില്ല എന്ന് പറയാറുണ്ട്. ആ തീരുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അക്ഷരസാക്ഷ്യമാണ് ശരിക്കും നമ്മുടെ ട്വീറ്റുകൾ. പറഞ്ഞാൽ തീരുകയില്ല എന്നുള്ളത് വെറും ഒരു പ്രയോഗമല്ല, പറഞ്ഞാൽ അവസാനിക്കുകയില്ല എന്നുള്ളത് വെറും ഒരു പ്രയോഗമല്ല. ആ പറഞ്ഞാൽ അവസാനിക്കുകയില്ല എന്നതിന് ലോകത്ത് ഇന്ന് കാണിക്കാവുന്ന ഒരു വലിയ ഉദാഹരണം കൂടിയാണ്
ഈ ട്വീറ്റുകളിലൂടെ വരുന്നത്. വൈജ്ഞാനികപരമായ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ, സാമൂഹികപരമായ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴൊക്കെ ആ ഒരു കയ്യൊതുക്കത്തോടു കൂടി ആ വിഷയത്തെ ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ കാലത്ത് മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ, അത്ഭുതങ്ങൾ ഇവയൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്ന കാലമാണ്. പല എഴുത്തുകാരും പലപ്പോഴും കോംപ്രമൈസ് ചെയ്തു പോയിട്ടുള്ളത്, അപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കളായ ആധുനിക പണ്ഡിതന്മാരിൽ ചിലരാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീറകളെ സമീപിച്ച ചില പണ്ഡിതന്മാരാണെങ്കിലും, ആധുനിക ലോകത്ത് പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് നിന്ന ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ അല്ലെങ്കിൽ ഇതര പ്രവാചകന്മാരുടെ അത്ഭുത സംഭവങ്ങളെ കുറിച്ചാണ്. അവിടെയാണ് പുതിയ കാലത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഏറ്റവും പുതിയ ടെക്നോളജിയുടെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തന്നെയും ആ മുഅ്ജിസത്തുകളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അത്ഭുത സിദ്ധികളുടെ മനോഹരമായ ആവിഷ്കരണവും അവതരണവും നടക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവുന്നില്ല. അതിനെ അങ്ങനെ തന്നെ, ഇപ്പോൾ ഉദാഹരണം, പല വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയ്ക്കുള്ള വിഷയങ്ങളാണല്ലോ. അവയൊക്കെ എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ ആധികാരികത, അല്ലെങ്കിൽ ചരിത്രപരമായത് എങ്ങനെയാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുക? ഒരേ സമയം ഒരു പ്രബോധകന്, സാധാരണ ചരിത്ര വായനക്കാരനപ്പുറം ഒരു പ്രബോധകന്, പ്രഭാഷകന്, അത് അന്വേഷിക്കുന്ന ഒരാൾക്ക്, വിദ്യാർത്ഥിക്ക് ഇവർക്കൊക്കെയും ചെന്ന് സമീപിക്കാവുന്ന ആധികാരികമായ ഒരു മേഖല. ഈ ഭാഗത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ, പല വിഷയങ്ങൾക്ക് നമ്മൾ പല ഗ്രന്ഥങ്ങൾ തേടേണ്ടി വരുന്നു. ഇടയ്ക്ക് ഷഫീഖ് ഉസ്താദ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന അഗ്രേസരരായ പണ്ഡിതന്മാർ അതിന് അവരുടെ തൂലികകൾ കൊണ്ട് മറുപടി പറഞ്ഞു. വിവാഹ സംബന്ധമായ ഓറിയന്റലിസ്റ്റുകളുടെ അഭിപ്രായത്തിന് ആ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞു, മറുപടികൾ പറഞ്ഞു. വിവിധ മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയ ഉന്നതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് നമുക്കൊക്കെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. നമ്മൾ ഒരു വിഷയത്തിൽ പലരെയും അന്വേഷിച്ച് പരതി കണ്ടെത്തി അതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ആ ഗ്രന്ഥങ്ങളിലൊക്കെയും സമർത്ഥിച്ച വിഷയങ്ങളെ നമ്മുടെ ഭാഷയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ട്വീറ്റിലൂടെ സംഭവിക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു വിവാദത്തിൽ നമ്മുടെ മറുപടി എന്താണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഇന്ന ഭാഗത്ത് എന്താണ് സംഭവിച്ചത്, ഇതിന് വിവിധ ഗ്രന്ഥങ്ങൾ പരതി അന്വേഷിക്കേണ്ടതില്ല. മറിച്ച് ഒരൊറ്റ ഗ്രന്ഥത്തിൽ തന്നെ അതിനാവശ്യമായ മറുപടികൾ, അതിൽ ആധികാരികമായ ചരിത്ര സ്രോതസ്സുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ, ആ ഉദ്ധരണികൾ പറയുമ്പോൾ വെറും ഇന്നയാൾ ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ പറഞ്ഞു എന്ന ഉദ്ധരണിക്ക് പകരം കൃത്യമായി ആ ഉദ്ധരണിയുടെ നിവാരണവും വിശദീകരണവും ഒക്കെ വരുന്ന തരത്തിലാണ് ഈ ട്വീറ്റുകളുടെ എഴുത്തുകൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത് പൂർത്തിയാകുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ വരുന്ന എല്ലാ വിവാദങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സമഗ്രമായ പുസ്തകമായിരിക്കും ട്വീറ്റുകൾ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ കാലത്തും സംഭവിച്ച വിവാദങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കും ട്വീറ്റുകൾ എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. വെറും ഒരു ചരിത്ര വായനയ്ക്കപ്പുറം ആധികാരികമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വായനയാണ് ട്വീറ്റുകൾ. അതുപോലെ നമ്മൾ പലപ്പോഴും പല രചനകളിലും നമ്മൾ പറയാറുണ്ട്, മറ്റൊരാളിൻ്റെ കയ്യിൽ, കേരളീയ സമൂഹത്തിൽ ആരുടെ കൈകളിലേക്കും എത്തിക്കാവുന്ന രചനയാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം, പല വിധങ്ങളായ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, മതമുള്ളവർ ഇല്ലാത്തവരെല്ലാം കാത്തിരിക്കുന്ന ഒരു ഇടമാണത്. ആരുടെ കൈകളിലേക്ക് നമുക്ക് എത്തിക്കാവുന്ന രചനയാണ് ട്വീറ്റുകളുടെ പുസ്തക രൂപം എന്നുള്ളത്. അപ്പോൾ ഏത് മതക്കാരനാകട്ടെ, അംഗീകരിക്കുന്നവനാകട്ടെ, ഉൾക്കൊള്ളാത്തവനാകട്ടെ, പഠിതാവാകട്ടെ, ഗവേഷകനാകട്ടെ, അല്ലെങ്കിൽ നിരൂപകനാകട്ടെ, ആരാണെങ്കിലും അവർക്കെല്ലാം ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലൈവായി കേൾക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളൊരു വലിയ ചരിത്ര നിർമ്മിതിയുടെ കൂടെയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മലയാളത്തിലോ ലോകത്ത് തന്നെയോ ഇത്ര വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഇത്രയും ആധികാരികമായ ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അത്തരം ഒരു മികച്ച ഗ്രന്ഥം കേരളീയ പരിസരത്ത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ ഇടയിൽ നിന്ന് പിറവി കൊള്ളുന്നു എന്നുള്ള വലിയൊരു അഭിമാനം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സമൂഹങ്ങൾക്ക് വായിച്ചു പഠിക്കാനുള്ള നബിജീവിതം അതിനെ നാം കരുതി വെക്കുകയും, അക്ഷരങ്ങൾക്ക് മരണമില്ല, അക്ഷരങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കും, അതിനടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് കഴിയുകയും വേണം എന്നുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുവാചകരോട് പറയാനുള്ളത്. ഈ ലോക തലത്തിൽ തന്നെയുള്ള അത്ഭുതകരമായ ഈ എഴുത്തിൻ്റെ കൂടെ നടക്കാൻ
നമ്മുടെ ആയുസ്സിൽ ഭാഗ്യമുണ്ടായി എന്നതുപോലെ നമുക്ക് സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം എത്തിച്ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ.